Scientific name of housefly and man are given below. Correct them. Musca domestica. നിങ്ങൾക്കറിയാം സയൻറ്റിഫിക് നെയിമിൽ ജീനസ് നെയിമും സ്പീഷീസ് നെയിമുമാണ്. അതിൽ ജീനസ് നെയിം ക്യാപിറ്റലിൽ തുടങ്ങും, സ്പീഷീസ് നെയിം എല്ലാം സ്മോൾ ലെറ്ററിലാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഡൊമസ്റ്റിക്ക മുഴുവൻ സ്മോൾ ലെറ്റർ ആയിരിക്കണം, ഡി സ്മോൾ ലെറ്റർ ആക്കണം. ഹോമോസാപ്പിയൻസ് എന്നാണ് എഴുതേണ്ടത്, എച്ച് ക്യാപിറ്റൽ. അതുപോലെ സാപ്പിയൻസ് എന്ന് എഴുതുന്നതിൽ എസ് സ്മോൾ ലെറ്റർ ആയിരിക്കുകയും വേണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ ടാക്സോണമിക് എയ്ഡ് ഫ്രം ദ ഗിവൺ സ്പെസിഫിക്കേഷൻസ്. It is used for identification of plants and animals based on similarities and dissimilarities. അപ്പോൾ നിങ്ങൾക്കറിയാം അത് ടാക്സോണമിക് എയ്ഡ് ഇത് ഏതാണ്? ടാക്സോണമിക് കീ ആണ് ആദ്യത്തെ ആൻസർ. രണ്ടാമത്തത് ഇറ്റ് പ്രൊവൈഡ്സ് ആക്ച്വൽ അക്കൗണ്ട് ഓഫ് ഹാബിറ്ററ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ഇൻ എ ഗിവൺ ഏരിയ. അപ്പോൾ നിങ്ങൾക്കറിയാം അത് ഫ്ലോറയാണ്. ഫ്ലോറ എന്ന ടാക്സോണമിക് എയ്ഡാണ് അതിന് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഫസ്റ്റ് പെയർ ഓഫ് വേർഡ്സ് ആൻഡ് റൈറ്റ് സ്യൂട്ടബിൾ വേർഡ് ഫോർ സെക്കൻഡ് പെയർ. ബൊട്ടാണിക്കൽ ഗാർഡൻ, ലിവിങ് പ്ലാന്റ്സ്. ലിവിങ് പ്ലാന്റ്സ് ഉള്ളത് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. അങ്ങനെയാണെങ്കിൽ ലിവിങ് ആനിമൽസ് ഉള്ളത് എവിടെയാണ്? ഇതിന് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും. സുവോളജിക്കൽ പാർക്ക് എന്നാണ് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ടാക്സോണമിക് എയ്ഡുകളെല്ലാം നന്നായി പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ഒബ്സർവ് ദ ഡയഗ്രാം. ഐഡൻറ്റിഫൈ ദ സിമെട്രി ഓഫ് എ, ബി ആൻഡ് സി. നോക്കൂ, ഈ സിമെട്രിയിൽ എ എസ് സിമെട്രിയാണ്, ബി റേഡിയൽ സിമെട്രി ആൻഡ് സി ബൈലാറ്ററൽ സിമെട്രിയാണ്. ഗിവൻ അക്കൗണ്ട് ഓഫ് ടൈപ്സ് ഓഫ് സിമെട്രി. നിങ്ങൾ ഓരോ സിമെട്രിയുടെയും ഡെഫിനിഷൻ പഠിക്കണം കേട്ടോ. എസ് സിമെട്രി, റേഡിയൽ സിമെട്രി, ബൈലാറ്ററൽ സിമെട്രി, അതിൻ്റെ എല്ലാം ഡെഫിനിഷൻസ് നിങ്ങൾ പഠിക്കണം. ഞാനത് പറയുന്നില്ല, നിങ്ങളത് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ സെൽ ഗിവൺ ഇൻ ദ ഡയഗ്രാം. മെൻഷൻ ദ നെയിം. അപ്പോൾ ഇതിൽ ഈ സെൽ എന്താണ്? നിഡോബ്ലാസ്റ്റ് ആണ്. മെൻഷൻ ദ നെയിം ഓഫ് ദ ആനിമൽ ഫൈലം ബേസ്ഡ് ഓൺ ദിസ് സെൽ. ഏത് ആനിമൽ ഫൈലത്തിലാണ് നിഡോബ്ലാസ്റ്റ് ഉള്ളത്? നിഡേറിയ. അപ്പോൾ ബി ക്യാൻസർ, നിഡേറിയ. പിന്നെ 2 ഫങ്ഷൻസ് ആണ് ചോദിക്കുന്നത്, ഡിഫെൻസും ഫുഡ് ക്യാപ്ചറും എന്നൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ക്വസ്റ്റ്യൻ 6. ഫിഗർ ഷോസ് അറേഞ്ച്മെൻറ്റ് ഓഫ് ജേം ലേയേഴ്സ് ഇൻ 2 എംബ്രിയോസ്. ഐഡൻറ്റിഫൈ ദ ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ. ഇതിൽ ഏതിലാണ് ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ? നിങ്ങൾക്കറിയാം ഡിപ്ലോബ്ലാസ്റ്റിക്കിൽ എക്ടോഡേം, എൻഡോഡേം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ലെഫ്റ്റ് വണ്ണാണ് ഡിപ്ലോബ്ലാസ്റ്റിക്, റൈറ്റിൽ ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷനാണ്. ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഫ്രം ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ? ഇത്രയേ ഉള്ളൂ. ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ ആകുമ്പോൾ 3 ജേം ലേയേഴ്സ് ഉണ്ടാകും. എക്ടോഡേമിന് എൻഡോഡേമിനിടയിലും മീസോഡേം ഉണ്ടാകും. അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ദ പാരസിറ്റിക് അഡാപ്റ്റേഷൻസ് ഓഫ് ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. അപ്പോൾ ഫ്ലാറ്റ് വേംസിലെ പാരസിറ്റിക് അഡാപ്റ്റേഷൻസ് നിങ്ങൾക്കറിയാം. ഹുക്സ് ആൻഡ് സക്കേഴ്സ്, അതൊരു മെയിൻ പാരസിറ്റിക് അഡാപ്റ്റേഷനാണ്. മറ്റൊന്ന് പ്രസൻസ് ഓഫ് ക്യൂട്ടിക്കിൾ കവറിങ് ദ ബോഡി. ഇനിയും ഒന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അവരുടെ കപ്പാസിറ്റി ഓഫ് പ്രൊഡ്യൂസിങ് മെനി ജനറേഷൻസ്, ലാർവൽ ഫോംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ദ ഡയഗ്രാം ഗിവൺ ബിലോ ഷോസ് 2 ബേസിക് ബോഡി ഫോംസ് എ ആൻഡ് ബി. ഇതിലേതാണ് എ? എ മെഡൂസയാണ്, ബി പോളിപ്പാണ്. ഗിവ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എന്താ ഡിഫറൻസ്? മെഡൂസ സെക്ഷുവലി റിപ്രൊഡ്യൂസിങ് ആണ്, പോളിപ്പ് എസെക്ഷുവലി റിപ്രൊഡ്യൂസിങ് ആണ്. മെഡൂസ അംബർല ഷേപ്പും പോളിപ്പ് അപ്രൈറ്റും ആണ്. ഓക്കെ, നെയിം ദ ഫൈലം. ഫൈലം നിഡേറിയ, അതിൽ സംശയമില്ല. ക്യാരക്ടേഴ്സ് ഓഫ് മറൈൻ ഇൻവെർട്ടിബ്രേറ്റ് ഈസ് ഗിവൺ. സ്പൈനി സ്കിൻഡ് ബോഡി, പ്രസൻസ് ഓഫ് വാട്ടർ വാസ്കുലർ സിസ്റ്റം. ഈ ക്യാരക്ടേഴ്സ് ഉള്ളത് ഏത് ഫൈലത്തിലാണ്? ആ ഫൈലമാണ് എക്കേനോഡെർമേറ്റ. റൈറ്റ് 2 ഫങ്ഷൻസ് ഓഫ് വാട്ടർ വാസ്കുലർ സിസ്റ്റം. വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിൻ്റെ 2 ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ ഭാഗമാണ് 2 ഫീറ്റ്. അപ്പോൾ ലോക്കോമോഷൻ ഒരു ഫങ്ഷനാണ്. മറ്റൊരു ഫങ്ഷൻ വരുന്നത് റെസ്പിറേഷൻ. അടുത്തത് എ ആൻഡ് ബി ആർ ദ 2 ഫിഷസ് ഓഫ് 2 ഡിഫറെൻറ്റ് ക്ലാസ്സസ്. ഐഡൻറ്റിഫൈ ആൻഡ് ഡിഫറൻഷിയേറ്റ് ദീസ് ക്ലാസ്സസ്. ഈ ഫിഷസ് നിങ്ങൾക്കറിയാമല്ലോ. ഒന്ന് സ്കോളിയോഡോൺ ആണ് അല്ലേ, ഡോഗ് ഫിഷ്. അത് കോൺട്രിക്തൈസ് എന്ന ക്ലാസ്സിലാണ് വരുന്നത്. മറ്റൊന്ന് അവിടെ കൊടുത്തേക്കുന്നത് കട്ലയാണ്. കട്ല ഏത് ക്ലാസ്സിലാണ് വരുന്നത്? ഒസ്റ്റിക്തൈസ് എന്ന ക്ലാസ്സിലാണ്. അപ്പോൾ എ കോൺട്രിക്തൈസ്, ബി ഒസ്റ്റിക്തൈസ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പോകാം.
നെയിം ദ ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടർ ഓഫ് ദ ഫോളോയിങ് ആനിമൽ ഗ്രൂപ്പ്സ്. ഈ ഓരോ ആനിമൽ ഗ്രൂപ്പിൻ്റെയും ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടർ നിങ്ങൾ പഠിക്കണം. നിഡേറിയയ്ക്ക് നിഡോബ്ലാസ്റ്റ് ആണുള്ളത്, സ്റ്റിങ്ങിങ് സെൽസ്. ആർത്രോപോഡയ്ക്ക് ജോയിൻറ്റഡ് അപ്പൻഡേജസ്. പോരിഫറയ്ക്ക് പോറസ് ബോഡിയാണ് അല്ലേ, സ്പോഞ്ചസ് എന്നാണ് അവരെ കോമൺ ആയിട്ട് അറിയപ്പെടുന്നത്. കോർഡേറ്റയ്ക്ക് ആണെങ്കിലോ മെയിൻ ക്യാരക്ടർ പ്രസൻസ് ഓഫ് നോട്ടോകോഡ്, ഡോർസൽ ഹോളോ നോട്ടോകോഡ് ആൻഡ് വിച്ച് ഈസ് സിംഗിൾ. Which of the following shows body cavity of flatworm? Flatwormസിലെ ബോഡി ക്യാവിറ്റി നിങ്ങൾക്കറിയാം, അവർ ഏസിലോമീറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ സി എന്ന ഡയഗ്രത്തിലാണ് ഏസിലോമീറ്റ്സ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഫ്ലാറ്റ്വർമിൻ്റെ ഡയഗ്രാം. ലേബൽ ദ ഡിഫറെൻറ്റ് ജേം ലേസ്. ഈ ജേം ലേസ് ഒക്കെ നിങ്ങൾക്ക് ലേബിൾ ചെയ്യാൻ അറിയാലോ. എക്ടോഡേം ആണ് ഔട്ടർ മോസ്റ്റ്, ഏറ്റവും ഇന്നർ മോസ്റ്റ് എൻഡോഡേം, പിന്നെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് കണ്ടുവരുന്നതാണ് മീസോഡേം. അപ്പോൾ അങ്ങനെ ജേം ലേസ് നിങ്ങൾക്ക് ലേബിൾ ചെയ്യാൻ പറ്റും. ഐഡൻറ്റിഫൈ ദ ഫൈലം. ഈ ക്യാരക്ടേഴ്സ് ഉള്ള ഓരോ ഫൈലവും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. പ്രസൻസ് ഓഫ് കോംപ്ലേറ്റ്സ്. കോംപ്ലേറ്റ്സ് വരുന്നത് കോം ജെല്ലീസ് ഒക്കെ വരുന്ന ഗ്രൂപ്പ്, അതായത് ടിനോഫോറ എന്ന ഫൈലത്തിൽ. റാഡുല വരുന്നത്, റാഡുല നിങ്ങൾക്കറിയാം അത് റാസ്പിംഗ് ഓർഗനാണ്, ഫീഡിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അത് വരുന്നത് മൊള്ളുസ്കയിലാണ്. അതുപോലെ മാൽപിജൻ ട്യൂബ്യൂൾസ് എക്സ്ക്രീഷന് ഹെൽപ്പ് ചെയ്യുന്നത് ആർത്രോപോഡയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡയഗ്രമാറ്റിക് സ്കെച്ച് ഓഫ് എ കോർഡേറ്റ് ഈസ് ഗിവൺ. ഇഫ് യു ഫൈൻഡ് എനി മിസ്റ്റേക്ക് ഇൻ ദ ലാബിൾഡ് പാർട്സ് കോപ്പി ദ ഡയഗ്രാം ആൻഡ് മേക്ക് നെസസറി കറക്ഷൻസ്. ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ, നോട്ടോകോഡും നെർകോഡും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് അവിടെ ലേബിൾ ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. മറ്റു ഭാഗങ്ങളെല്ലാം കറക്റ്റാണ്. Based on any two labeled parts in the diagram, mention how this phylum differs from non-chordates. എങ്ങനെ non-chordates ഡിഫർ ചെയ്യുന്നത്? നോട്ടോകോഡ് നോൺ-കോഡേറ്റ്സിൽ ആബ്സെൻ്റ് ആണ്. നെർകോഡ് ഡോർസൽ അല്ല അല്ലേ, ഡോർസൽ ഹോളോ സിംഗിൾ ആണ് കോഡേറ്റ്സിൽ, പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് നോൺ കോഡേറ്റ്സിൽ. അപ്ലൈ സ്യൂട്ടബിൾ സയൻറ്റിഫിക് ടേം ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. വാട്ടർ ക്യാവിറ്റി ഫൗണ്ട് ഇൻ സ്പോഞ്ചസ്. സ്പോഞ്ചസിലെ വാട്ടർ ക്യാവിറ്റിയെ പറയുന്ന പേര് സ്പോഞ്ചോസീൽ എന്നാണ്. ആനിമൽസ് വിച്ച് ഗീവ് ബർത്ത് ടു യങ് വൺസ്. വിവിപാരസ് ആനിമൽസ് എന്നാണ് അങ്ങനെ പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഓവിപാരസ് എന്ന് പറഞ്ഞാൽ എഗ് ലേയിങ്, വിവിപാരസ് ആണ് ഗിവിങ് ബർത്ത് ടു യങ് വൺസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫോളോയിങ് ഫിഗർ, ലേബൽ ദ പാർട്സ് എ ആൻഡ് ബി. അപ്പോൾ ഇവിടെ എ ആൻഡ് ബി എന്താണ്? എ ന്യൂക്ലിയസ് ആണ്, ബി എന്താണ്? ബി എന്ന് ലാബിൽ ചെയ്തിരിക്കുന്നത് ഇൻ്റർകലേറ്റഡ് ഡിസ്ക് ആണ്. റൈറ്റ് ദ ഫങ്ഷൻ ഓഫ് ഇൻ്റർകലേറ്റഡ് ഡിസ്ക്. കാർഡിയക് മസിലിലെ ഇൻ്റർകലേറ്റഡ് ഡിസ്ക് എന്തിനാ ഹെൽപ്പ് ചെയ്യുക? ഇറ്റ് വിൽ ഹെൽപ്പ് ദ മസിൽ ഫൈബേഴ്സ് ടു കോൺട്രാക്ട് ആസ് എ യൂണിറ്റ്. ഒരു യൂണിറ്റ് ആയിട്ട് മസിൽ ഫൈബേഴ്സിനെല്ലാം കോൺട്രാക്ട് ചെയ്യിക്കാൻ ഹെൽപ്പ് ചെയ്യും. അടുത്തത്, എ സ്പെഷ്യൽ മോഡ് ഓഫ് വിഷൻ ഈസ് നോട്ടീസ്ഡ് ഇൻ കോക്രോച്ച്. കോക്രോച്ചിലെ വിഷൻ എന്താണ്? മൊസൈക് വിഷൻ ആണ്. നെയിം ദ ഓർഗൻ ആൻഡ് ഇറ്റ്സ് ബേസിക് യൂണിറ്റ് വിച്ച് ഹെൽപ്സ് ഇൻ ദിസ് വിഷൻ. ഇതിൽ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻ്റെ പേരെന്താണ്? കോമ്പൗണ്ട് ഐ ആണ് അല്ലേ. ആ കോമ്പൗണ്ട് ഐ എന്ന ആ ഓർഗൻ്റെ ബേസിക് യൂണിറ്റ് ആണ് ഒമാറ്റിഡിയം. അപ്പോൾ കോമ്പൗണ്ട് ഐ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഒമാറ്റിഡിയ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. നെയിം ഓഫ് 2 ആനിമൽ ടിഷ്യൂസ് ആർ ഗിവൺ. കാർഡിയക് മസിൽ, അഡിപ്പോസ് ടിഷ്യൂ. സെലക്ട് ദ ആക്യുറേറ്റ് ക്യാരക്ടേഴ്സ് ഓഫ് ഈച്ച് ടിഷ്യൂ. അതായത് ഈ ടിഷ്യൂസിൻ്റെ ക്യാരക്ടേഴ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം ഏതൊക്കെയാണെന്ന്. സെൽസ് ഓഫ് ദിസ് ടിഷ്യൂ സ്പെഷ്യലൈസ്ഡ് ടു സ്റ്റോർ ഫാറ്റ്. അത് അഡിപ്പോസ് ടിഷ്യൂ ആണ്. സെൽസ് ഓഫ് ദിസ് ടിഷ്യൂ ഈസ് ഹാവിങ് കോൺഡ്രോസൈറ്റ്സ്. കോൺഡ്രോസൈറ്റ്സ് ഉള്ളത് കാർട്ടിലേജ് ആണ്. കാർട്ടിലേജിനാണ് കോൺഡ്രോസൈറ്റ്സ് വരുന്നത്. പ്രസൻസ് ഓഫ് ഇൻ്റർകലേറ്റഡ് ഡിസ്ക്. ഇൻ്റർകലേറ്റഡ് ഡിസ്ക് വരുന്നത് കാർഡിയാക്. സെലക്ട് ദ ഓഡ് വൺ ഔട്ട്. ഏരിയോള ടിഷ്യൂ, ബ്ലഡ്, ന്യൂറോൺ, ടെൻഡൻ. ഇതിൽ ന്യൂറോൺ ആണ് ഓഡ് വൺ, കാരണം ബാക്കിയുള്ളതെല്ലാം കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഹൈപ്പോഫാരിങ്സ്, മാൽപിജൻ ട്യൂബ്യൂൾ, മാക്സില്ലേ, ലേബ്രം. നിങ്ങൾക്കറിയാം മാൽപിജൻ ട്യൂബ്യൂൾ ഒരു എക്സ്ക്രീറ്ററി ഓർഗനാണ്. ബാക്കിയുള്ളതെല്ലാം മൗത്ത് പാർട്സ് ആണ്. കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്സ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് ഷോയിങ് പാർട്സ് ഓഫ് അലിമെൻ്ററി കനാൽ ഓഫ് കോക്രോച്ച് ഇൻ എ സീക്വൻസ്. കോക്രോച്ചിൻ്റെ അലിമെൻ്ററി കനാലിൻ്റെ സീക്വൻസ് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റാം? ഫാരിങ്സ്, ഈസോഫാഗസ്, ക്രോപ്പ്, ഗിസാർഡ്, ഹെപ്പാറ്റിക് സീക്കെ, 10 മീസെൻഡ്രോൺ ഓർ മിഡ്ഗട്ട്,
ദെൻ മാപ്പിജിയൻ ട്യൂബ്യൂൾസ്, അവിടെ നിന്ന് പിന്നെ ഇലിയം, കൊളോൺ, റെക്റ്റം. ഓക്കെ, അപ്പോൾ അങ്ങനെ സീക്വൻസിൽ പഠിക്കുക. ആ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറഞ്ഞല്ലോ. സെലക്ട് ദ റോങ്ലി മാച്ച്ഡ് പെയർ ഫ്രം ദ ഫോളോയിങ്. കൊളാജൻ, ഇൻ്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ്, അത് കറക്റ്റാണ് അല്ലേ. ഇൻസുലിൻ ഒരു ഹോർമോണാണ്, അതും കറക്റ്റാണ്. ആൻറ്റിബോഡി സെൻസറി പെർസെപ്ഷൻ, അത് തെറ്റാണ്. ആൻറ്റിബോഡി ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. ട്രിപ്സിൻ ഒരു എൻസൈമാണ്, അപ്പോൾ അത്രയും കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ റോങ്ലി മാച്ച്ഡ് പെയർ ആൻറ്റിബോഡി എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് കംപ്ലീറ്റ് ദ ഫോളോയിങ് സീക്വൻസ് വിത്ത് അപ്രോപ്രിയേറ്റ് വേർഡ്സ്. അമിനോ ആസിഡ്സ് അതിൽ എന്ത് ബോണ്ടാണ് വരുന്നത്? പരസ്പരം ലിങ്ക് ചെയ്യുന്നത് പെപ്റ്റൈഡ് ബോണ്ടാണ്. അങ്ങനെയാണ് പ്രോട്ടീൻ ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ മോണോസാക്കറൈഡുകളെ പരസ്പരം ഗ്ലൈക്കോസിഡിക് ബോണ്ട് വഴി ലിങ്ക് ചെയ്യുമ്പോഴാണ് പോളിസാക്കറൈഡ് ഫോം ചെയ്യുക. ഓക്കെ, ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നു. ബോണ്ടുകളെക്കുറിച്ച് നന്നായി നിങ്ങൾ പഠിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അനലൈസ് ദ ഗ്രാഫ് ഷോയിങ് ആക്ടിവിറ്റി ഓഫ് എൻസൈം ഇൻഫ്ലുവൻസ്ഡ് ബൈ ടെമ്പറേച്ചർ. വാട്ട് ഈസ് മീൻ ബൈ ഒപ്റ്റിമം ടെമ്പറേച്ചർ? ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എൻസൈം ഷോസ് മാക്സിമം ആക്ടിവിറ്റി, അതാണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ. വൈ എൻസൈം ആക്ടിവിറ്റി ഡിക്ലൈൻസ് അറ്റ് വെരി ലോ ആൻഡ് വെരി ഹൈ ടെമ്പറേച്ചർ? ലോ ടെമ്പറേച്ചറിൽ എൻസൈം ഇനാക്റ്റീവ് ആകും, ഹൈ ടെമ്പറേച്ചറിൽ എൻസൈം ഡീനേച്ചേർഡ് ആകും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് നമുക്ക് എൻസൈംസിൻ്റെ ക്ലാസിഫിക്കേഷൻ അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യനാണ്. ഇതിൽ ഫില്ല് ചെയ്യുമ്പോൾ 1 എന്താണ്? ഓക്സിഡോ റിഡക്റ്റേസസ് എന്നാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ട്രാൻസ്ഫറേസ് എന്താ ചെയ്യുക? 2 എന്നുള്ളിടത്ത് എങ്ങനെയാണ്? ട്രാൻസ്ഫർ ഓഫ് ദ സൈഡ് ഗ്രൂപ്പ്സ് അല്ലേ, ഗ്രൂപ്പുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നു ഒരു മോളിക്യൂളിൽ നിന്ന് മറ്റൊരു മോളിക്യൂളിലേക്ക്. അതുപോലെ തന്നെ ഇൻ്റർ കൺവെർഷനെ ഹെൽപ്പ് ചെയ്യുന്നത് ഐസോമറൈസസ്. ലിഗേസസ് എന്താ ചെയ്യുക? ലിഗേസസ് ജോയിൻ ചെയ്യും 2 മോളിക്യൂൾസിനെ. ഒബ്സർവ് ദ ഡയഗ്രാം, നെയിം ദ ഫിഗർ. ഇത് ക്രോസ് സെക്ഷൻ ഓഫ് ദ എലിമെൻ്ററി കനാൽ അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ ഓഫ് ദ ഗട്ട്. ഇതിൽ ABD എന്താണ്? എ എന്നുള്ളത് സിറോസയാണ്, ഔട്ടർ മോസ്റ്റ് ലെയർ. ബി എന്താണ്? മസ്കുലാരിസ് എക്സ്റ്റേണയാണ്. മസ്കുലാരിസ് എക്സ്റ്റേണിൽ തന്നെ ലോങ്ജിറ്റ്യൂഡനൽ അല്ല, ഔട്ടർ ലോങ്ജിറ്റ്യൂഡനലാണ് അല്ലേ. ഇത് ഇന്നർ ആവുമ്പോൾ ഇന്നർ സർക്കുലർ മസിൽസ് ആണ്. ഡി അവിടെ ലാബിൽ ചെയ്തിരിക്കുന്ന മ്യൂക്കോസ. ഓക്കെ, ഇൻ ദ ഹ്യൂമൻസ് ഡെൻറ്റീഷൻ ഈസ് സെറ്റ് ടു ബി ഹെട്രോഡോൺ, തീക്കോഡോൺ, ഡിഫ്യോഡോൺ. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്നാണ്. ഹെട്രോഡോൺ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത്. തീക്കോഡോൺ എന്ന് പറഞ്ഞാൽ ടീത്ത് ആർ ഇൻസേർട്ടഡ് ഇൻ ദ സോക്കറ്റ്സ് ഓഫ് ദ ജോ ബോൺ. ഡിഫ്യോഡോൺ എന്ന് പറഞ്ഞാൽ ദർ ആർ 2 സെറ്റ്സ് ഓഫ് ടീത്ത് ഇൻ ദ ലൈഫ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നന്നായി പഠിക്കുക. അതുപോലെ ഹ്യൂമൻ ഡെൻറ്റീഷൻ്റെ ഡെൻ്റൽ ഫോർമുല 2123/2123 അതെല്ലാം നന്നായി പഠിക്കുന്നു കരുതുന്നു. റൈറ്റ് ദ ഫങ്ഷൻ ഓഫ് ഗോബ്ലെറ്റ് സെൽസ് ഓഫ് ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസ. ഗോബ്ലെറ്റ് സെൽസ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുക? മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ മ്യൂക്കസ് ആണ് എൻസൈംസിൽ നിന്ന് രക്ഷ കൊടുക്കുന്നത് അല്ലേ. മ്യൂക്കോസയെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസയെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ മ്യൂക്കസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത്, അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഗോബ്ലെറ്റ് സെൽസ് യൂണിസെല്ലുലാർ ഗ്ലാൻഡിന് എക്സാമ്പിൾ ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇനാക്റ്റീവ് എൻസൈം ഇൻ പാങ്ക്രിയാറ്റിക് ജ്യൂസ്? പാങ്ക്രിയാറ്റിക് ജ്യൂസിൽ നിങ്ങൾക്കറിയാം ട്രിപ്സിനോജൻ എന്നുള്ളത് ഇനാക്റ്റീവ് എൻസൈമാണ്. 3 ഇനാക്റ്റീവ് എൻസൈംസ് ആണ് യഥാർത്ഥത്തിൽ പാങ്ക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ ആൻഡ് പ്രോകാർബോക്സിപെപ്റ്റൈഡേസ്, അത് 3ഉമാണ് ഇനാക്റ്റീവ് എൻസൈംസ് അഥവാ പ്രോ എൻസൈംസ് പ്രൊഡ്യൂസ്ഡ് ബൈ പാങ്ക്രിയാസ്. നന്നായി അത് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുന്നു. ആൻ എംപ്റ്റി സ്റ്റൊമക് കണ്ടെയ്ൻസ് സെവറൽ ഇൻഫോൾഡിങ്സ് ആൻഡ് ദേ ആർ ദ പ്രൊജക്ഷൻസ് ഓഫ് മ്യൂക്കോസ ലെയർ ഓഫ് സ്റ്റൊമക്. നെയിം സച്ച് പ്രൊജക്ഷൻസ് ഇൻ ദ സ്റ്റൊമക്. സ്റ്റൊമക്കിൽ ആ പ്രൊജക്ഷൻസിനെ പറയുന്ന പേര്, യെസ് യു ആർ റൈറ്റ്, വില്ലൈ. വില്ലയാണ് പ്രൊജക്ഷൻസ് അല്ലേ. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിന് പറയുന്ന പേര് വില്ലൈ എന്നാണ്. വില്ലയാണ് അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, എംപ്റ്റി സ്റ്റൊമക്കിലുള്ള ഇൻഫോൾഡിങ്സിനെ പറയുന്നത് റുഗേ എന്നുമാണ്. അപ്പോൾ രണ്ടും തെറ്റാതെ പഠിക്കുക. ഐഡൻറ്റിഫൈ ദ ഡിസോർഡർ. There is abnormal frequency of bowel movement and increased liquidity of fecal discharge. അപ്പോൾ ഫീക്കൽ ഡിസ്ചാർജിൽ ലിക്വിഡിറ്റി കൂടുന്നത് വാട്ടർ അബ്സോർപ്ഷൻ വളരെ പൂറാകുമ്പോഴാണ്. അപ്പോൾ അത് ഡയറിയയുടെ ലക്ഷണമാണ്.
സോ ദിസ് ഈസ് സിംറ്റം ഓഫ് ഡയറിയ. നിങ്ങൾ എല്ലാ ഡിസോർഡേഴ്സും പഠിക്കണം കേട്ടോ. ഡയറിയ മാത്രമല്ല, കോൺസ്റ്റിപ്പേഷൻ, ജോണ്ടിസ് എല്ലാം പഠിക്കുക. ഇൻഡൈജഷൻ. അടുത്ത്, എ മേജർ പെർസെൻറ്റ് ഓഫ് ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ടഡ് ബൈ RBCs ഇൻ ബ്ലഡ്. വാട്ട് അബൌട്ട് ദ 3% ഓഫ് ഓക്സിജൻ? അപ്പോൾ 97% ഓക്സി ഹീമോഗ്ലോബിനായി ട്രാൻസ്പോർട്ട് ചെയ്യുന്നു എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ബാക്കി 3% ഓഫ് ഓക്സിജൻ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഡിസോൾവ്ഡ് കണ്ടീഷൻ, പ്ലാസ്മയിൽ ഡിസോൾവ്ഡ് കണ്ടീഷനിലാണ് അത് ട്രാൻസ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ 32 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ 15 മിനിറ്റ് കൊണ്ട്